കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി വട്ടയപ്പം സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ, ആ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് ഒരു 1/4 കപ്പ് അരിപ്പൊടി നമുക്ക് ഇനി എടുക്കാം. ഇനി നമുക്ക് ആ മാവ് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ യോജിപ്പിച്ച് കലക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇതാ ഈ പരുവാകുമ്പോൾ ഇറക്കി വെക്കണം. നമ്മൾ ഇറക്കി വെച്ചിട്ട് 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതില്ലെങ്കിൽ വേറെ പാത്രത്തിൽ മാറ്റി കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ ചൂട് പാത്രത്തിലിരുന്നാൽ പെട്ടെന്ന് ചൂടാറില്ല, പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുകയും ചെയ്യും ആ ചൂട് കൊണ്ട്. അതിനാണ് പറഞ്ഞത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണി ചെയ്യാം. ഇത് നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചിട്ട് അതിലും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ പൊടിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി എളുപ്പമാവുകയും ചെയ്യും. നമുക്ക് വട്ടയപ്പം ഒന്ന് സോഫ്റ്റ് കൂടുതലായിട്ടും കിട്ടും. അടുത്ത ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങയാണ്. ഇനി അത് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. നന്നായിട്ട് അരക്കണം കേട്ടോ മക്കളെ. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കാം. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ കുറുക്കി വെച്ച കുറുക്കിട്ട് കൊടുക്കാം. ഇത് ശരിക്ക് പറയണത് കപ്പി കാച്ചി എന്നാ പറയുക. ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ച അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2.25 കപ്പ് ഉണ്ടാവും. ഇനി നമുക്കിതിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് മീഡിയം മധുരമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയിടാം, കുറയ്ക്കണമെങ്കിൽ കുറച്ചും ഇടാം. ഇനി നമുക്കിതിലൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് മധുരം ബാലൻസ് ചെയ്യാനാണ്. ഇനി ഇതിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. അരിപ്പൊടിയുടെ വ്യത്യാസം കൊണ്ട് നമ്മൾ വെള്ളത്തിൽ മാറ്റം വരാം കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് എല്ലാം പാടെ ഒന്നുകൂടി അരച്ചെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് 1 മിനിറ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ പരുവത്തിൽ വേണം നമ്മുടെ മാവ്. ഇതിനി വെള്ളം കൂടുതലാണെങ്കിൽ ഇച്ചിരി മാവിട്ട് കലക്കിയെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇതിനി നമ്മൾ 4 മണിക്കൂർ വെക്കുമ്പോൾ മാവ് കുറച്ച് പൊന്തി വരും. അപ്പോൾ ആ പൊന്തി വരുമ്പോഴും കൂടി കൊള്ളാൻ തകുന്ന വലിയ പാത്രത്തിൽ വേണം ഇത് വെക്കാൻ. പിന്നെ നമ്മൾ തണുപ്പ് കാലങ്ങളൊക്കെ ആണെങ്കിൽ 4 മണിക്കൂറിനും കുറച്ച് സമയം കൂടുതൽ വെക്കേണ്ടി വരും കേട്ടോ മക്കളെ. അപ്പം നമുക്കിനി ഇത് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മാവ് പൊന്തി പുളിച്ച് വന്നിക്കുന്നത് 4 മണിക്കൂർ കൊണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയുടെ പരുവമാണ് വട്ടയപ്പത്തിൽ എടുക്കേണ്ടത്. ഇനി ഇതെവിടെ ഇരിക്കട്ടെ. ഞാനിതാ ഒരു ഇഡ്ഡലി പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇനി നന്നായിട്ട് തിളച്ചൊന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രത്തിൽ ഇച്ചിരി നെയ്യ് പുരട്ടാം. നമുക്ക് പാത്രത്തിൻ്റെ മൊത്തം പുരട്ടി കൊടുക്കാം. ഇതിൽ നെയ്യ്
പുരട്ടുന്നതാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ പുരട്ടി കൊടുക്കുക. നെയ്യാണ് ഇളകി വരാനൊക്കെ ബെസ്റ്റ്. നമുക്കിനി ഈ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അപ്പോൾ പാത്രത്തിൻ്റെ എല്ലായിടത്തും ആവാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ തിളച്ചത് ആവിയൊക്കെ ഇതാ ബുളബുളാന്ന് വരുന്നുണ്ട്. നമുക്കിനി അതിൽ തൂക്കി വെക്കാം. പിന്നെ മേലെ നമുക്ക് വെച്ച് കൊടുക്കാം, എന്നിട്ട് മൂടി വെക്കാം. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുക. മക്കളെ, ഇനി നമ്മുടെ വട്ടയപ്പം എങ്ങനെയുണ്ടെന്ന് തുറന്ന് നോക്കാം. അയ്യോ, പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സാധനം വെച്ചൊന്ന് കുത്തി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കുകയല്ലേ, ഇതിനി ഒന്നിരുന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് മുറിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിലൊക്കെ കൊട്ടിയെടുത്തിട്ട് പാത്രത്തിൽ വെക്കാം. സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം പതുക്കെ. ചൂടാറിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കയ്യിൽ തന്നെ കൊട്ടിയെടുക്കാം. അയ്യോ, കണ്ടില്ലേ? ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് വെക്കാം. പഞ്ഞി പോലത്തെ വട്ടയപ്പെട്ട മക്കളെ, കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. സ്പോഞ്ച് പോലത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ടില്ലേ, എല്ലായിടത്തും നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.